കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിശുക്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കാനും തീരുമാനമായി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു. മുണ്ടത്തിക്കോട് സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിനു ശേഷം റവന്യൂ മന്ത്രി കെ രാജനാണ് സർക്കാർ തീരുമാനങ്ങൾ അറിയിച്ചത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും ഉൾപ്പെടെ 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപയും നൽകും. ഇവരുടെ 6 മാസത്തെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. 6 മാസത്തിനു ശേഷവും ചികിത്സ ആവശ്യമായി വന്നാൽ അതിൻ്റെ ചെലവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംഭവത്തിൽ ജസ്റ്റിസ് CM രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും. സ്ഫോടനത്തിൽ തകർന്ന വീടുകളുടെയും മതിലുകളുടെയും പുനരുദ്ധാരണത്തിനായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വളരെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്ന് തൃശ്ശൂരിലെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട വെടിപ്പുരയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ന് ക്യാബിനറ്റ് തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കുകയുണ്ടായത്. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടായത്. ഇതിൻ്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി SDRF-ൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനം എടുത്തു. 6 മാസക്കാലത്തേക്ക് അധികമായി ചികിത്സ വേണ്ടി വന്നാൽ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ വേണ്ടിവരുന്ന പൂർണ്ണമായിട്ടുള്ള ചെലവും CMDRF-ൽ നിന്ന് തന്നെ അനുവദിക്കാം എന്ന് ആലോചിച്ചു. തെരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്നലെ കളക്ടർ തന്നെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടർ നൽകുന്ന പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളാണ് സംഭവ സ്ഥലത്ത് നിന്നും ലഭിക്കുന്നത് എന്നതിനാൽ DNA പരിശോധനയിലൂടെ മാത്രമേ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കൂ. ഇതിനായി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും പരിശോധനകൾക്കുമായി പ്രത്യേക SOP പുറത്തിറക്കുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നൊരു കാര്യം പരിക്കേറ്റവരെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അതോടൊപ്പം നമുക്ക് ബഹുമാനപ്പെട്ട രാജമിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയുള്ളത്
കൃത്യമായി രേഖ അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതേസമയം തൃശൂർ പൂരം ചടങ്ങുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും.